ഈ കൺസ്ട്രക്റ്റേഴ്സ് ജാവ കൺസ്ട്രക്റ്റേഴ്സിനെ കുറിച്ച് നോക്കാം. കൺസ്ട്രക്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നാലും ഒന്നുകൂടെ പറയുകയാണ്. ഒബ്ജക്ട്സിനെ ഇനീഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് കൺസ്ട്രക്റ്റേഴ്സ് യൂസ് ചെയ്യണത്. അത് എന്താ പറയുക, ഒരു കളക്ഷൻ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് അതിനകത്ത് ഉണ്ടായിരിക്കും. ഒബ്ജക്റ്റ് ക്രിയേഷൻ സമയത്ത് തന്നെ അതിൻ്റെ എക്സിക്യൂഷൻ നടക്കും. എക്സിക്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ല, എക്സിക്യൂഷൻ നടക്കും. നമ്മൾ ഒബ്ജക്റ്റ് ക്രിയേഷൻ ചെയ്യുന്നത് ന്യൂ എന്നുള്ളൊരു കീവേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഒബ്ജക്റ്റ് ക്രിയേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. കൺസ്ട്രക്റ്റേഴ്സ് അതുമാതിരി ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് കൺസ്ട്രക്റ്റ് ഇൻവൊക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തുള്ള പ്രോസസ്സും എക്സിക്യൂഷൻ നടക്കും എന്നാണ് പറയണത്. അതിൻ്റെ കുറച്ച് റെഗുലേഷൻസ്, അതായത് റൂൾസ്, കൺസ്ട്രക്റ്റേഴ്സ് നമ്മൾ എന്താ പറയുക ഡിക്ലെയർ ചെയ്യുമ്പോൾ, ഡിഫൈൻ ചെയ്യുമ്പോൾ കുറച്ച് റൂൾസ് ഉണ്ട്. ആ റൂൾസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഫസ്റ്റ് കൺസ്ട്രക്ടർ ഡസ് നോട്ട് ഹാവ് എനി റിട്ടേൺ ടൈപ്പ്. അതിനകത്ത് നമ്മളെ ഫ്രണ്ടിൽ വോയിഡ്, ഇൻറ്റ്, ഫ്ലോട്ട് അങ്ങനത്തെ ഒന്നും വെക്കില്ല. ഡയറക്റ്റ് ആ കൺസ്ട്രക്ടറിൻ്റെ പേര് മാത്രം, ക്ലാസിൻ്റെ പേര് ഇപ്പോൾ ഹലോ എന്നാണെങ്കിൽ കൺസ്ട്രക്ടറിൻ്റെ പേരും ഹലോ ആയിരിക്കും. ഓക്കെ, പിന്നെ നെക്സ്റ്റ് അതാണ് സെയിം നെയിം ആസ് ക്ലാസ് നെയിം. പിന്നെ അൺലൈക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൺസ്ട്രക്റ്റേഴ്സിൻ്റെ കൺസ്ട്രക്റ്റേഴ്സ് എന്ന് പറയുന്നത് ക്ലാസ് മെമ്പേഴ്സായിട്ട് കൺസിഡർ ചെയ്യില്ല, ഒരിക്കലും ഒരു ക്ലാസ്സിൻ്റെ മെമ്പറായിട്ട് ഒരിക്കലും കൺസിഡർ ചെയ്യില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനകത്ത് ഡിക്ലെയർ ചെയ്യുന്ന വേരിയബിൾസിനെ പുറത്തേക്ക് ആക്സസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ വേരിയബിൾസിന് നമ്മൾ പുറത്ത് ഇൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്, അതായത് ക്ലാസ്സിനകത്ത് ഈ കൺസ്ട്രക്ടറിന് പുറത്ത് നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ട് അത് കൺസ്ട്രക്റ്റിനകത്ത് യൂസ് ചെയ്യാം. അല്ലാതെ കൺസ്ട്രക്റ്റിനകത്ത് നമ്മൾ ഡിക്ലെയർ ചെയ്ത്, അപ്പോൾ ഇൻഡെക്സ് വൈ എന്ന് പറഞ്ഞിട്ട് ഒരു കൺസ്ട്രക്റ്റിനകത്ത് നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും നമുക്ക് പുറത്തുള്ള ഫങ്ഷൻസിലേക്ക് യൂസ് ചെയ്യാൻ സാധിക്കില്ല. കാരണം ഇറ്റ് ഡസ് നോട്ട് കൺസിഡർ ആസ് എ മെമ്പർ ഓഫ് എ ക്ലാസ്. പിന്നെ കൺസ്ട്രക്ടറിനെ ഓട്ടോമാറ്റിക്കലി കോൾ ചെയ്യുന്നുണ്ട് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ, അത് നമ്മൾ പറഞ്ഞു. അടുത്തത് ടൈപ്സ് ഓഫ് കൺസ്ട്രക്റ്റേഴ്സ് ആണ്. ടൈപ്സ് ഓഫ് കൺസ്ട്രക്റ്റേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് ഡീഫോൾട്ട് കൺസ്ട്രക്ടറും പിന്നെ ഒന്ന് പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടറാണ്. ഡീഫോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡസ് നോട്ട് ഹാവ് എനി ആർഗ്യുമെൻറ്റ്, ഒന്നും ഉണ്ടാവില്ല. പാരാമീറ്റർ ലിസ്റ്റിൽ പാരാമീറ്റർ ഉണ്ടാവും. ഡീഫോൾട്ട് കൺസ്ട്രക്ടറിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അതിന് എക്സാമ്പിൾ പ്രോഗ്രാം നോക്കുക. ഇപ്പോൾ ഇതിൽ ഞാൻ ഇന്നലെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, സിമ്പിൾ പ്രോഗ്രാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ക്ലാസ് സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞിട്ടൊരു ക്ലാസ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഇൻറ്റിജർ നമ്മും നെയിമും ആണ് അവർ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അതിൽ സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു കൺസ്ട്രക്ടർ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് കൺസ്ട്രക്ടർ ഈസ് കോൾഡ് എന്ന് പറഞ്ഞിട്ട് ഡീഫോൾട്ട് കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ മൈ ക്ലാസ് എന്ന് പറഞ്ഞിട്ടൊരു ഇതിനകത്ത് സ്റ്റാറ്റിക് മെയിൻ ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട്. സ്റ്റുഡൻറ്റിനെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നലെ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ നമുക്ക് സ്റ്റുഡൻറ്റ് ഒബ്ജക്റ്റ് ഇസ് ന്യൂ സ്റ്റുഡൻറ്റ് ഓഫ് എന്ന് പറയുമ്പോൾ ആ പർട്ടിക്കുലർ സ്റ്റുഡൻറ്റിനെ നമുക്ക് സ്റ്റുഡൻറ്റ് എന്നുള്ള ഇതിനെ കൺസ്ട്രക്ടറിനെ നമുക്ക് കോൾ ചെയ്യാൻ സാധിക്കും. ഇവിടെ ഒബ്ജക്റ്റ് ഡോട്ട് നെയിം എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചെങ്കിൽ, ആ പർട്ടിക്കുലർ നെയിമിനകത്ത് നമ്മൾ എന്തെങ്കിലും വാല്യൂസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഡിസ്പ്ലേ ആവും. ഒബ്ജക്റ്റ് ഡോട്ട് നം എന്ന് പറയുമ്പോൾ അതിലൊന്നും കൊടുത്തിട്ടുണ്ടെങ്കിൽ ഡിസ്പ്ലേ ആവും. നമ്മളൊന്നും കൊടുക്കാത്തത് കൊണ്ട്, അവിടെ ഒന്നും കൊടുക്കാത്തത് കൊണ്ട്, നെയിം എന്നുള്ളത് സ്ട്രിങ് ആയതുകൊണ്ട് നൾ എന്നുള്ള ഔട്ട്പുട്ടും നം എന്നുള്ളത് ഇൻറ്റിജർ ആയതുകൊണ്ട് അതിന് 0 എന്നുള്ള ഔട്ട്പുട്ടുമാണ് കാണിക്കുക. ഓക്കെ, നെക്സ്റ്റ് അതിൻ്റെ തന്നെ പ്രോഗ്രാം കണ്ടിന്യൂ ചെയ്തിട്ട് കാണിച്ചിരിക്കുകയാണ്. ഓക്കെ, ഒരു ക്ലാസ് നെയിം എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനെ തന്നെ അവർ വീണ്ടും കൊടുത്തിട്ട് ഔട്ട്പുട്ട് കാണിച്ചിരിക്കുകയാണ്. സെയിം പ്രോഗ്രാം തന്നെയാണ്, നിങ്ങളൊന്ന് ഗോ ത്രൂ ചെയ്താൽ മതി. അടുത്തത് പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടറാണ്. പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ നോക്കിക്കോളൂ. ഇവിടെ സ്റ്റുഡൻറ്റ് എന്നുള്ള ക്ലാസ്സാണ്. സ്റ്റുഡൻറ്റ് എന്നുള്ള ക്ലാസ്സിൽ സ്റ്റുഡൻറ്റ് എന്നുള്ള കൺസ്ട്രക്ടർ, അതിൽ ഇൻറ്റ് ഐ സ്ട്രിങ് എൻ എന്ന് പറഞ്ഞ് 2 വേരിയബിൾ കൊടുത്തിട്ടുണ്ട്. ഇത് എങ്ങനെ അസൈൻ ചെയ്തിരിക്കുന്നത് നോക്കൂ. ഈ ഇൻറ്റു ഐയും സ്ട്രിങ് എന്നും കൺസ്ട്രക്ടറിനകത്തുള്ളതായത് കാരണം പുറത്തേക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല. അതായത് ലോക്കൽ വേരിയബിൾസാണ്, പുറത്തോട്ട് ആക്സസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, പുറത്ത് ഡിക്ലെയർ ചെയ്തിലേക്ക് അസൈൻ ചെയ്യും. ഐ ഡി ഈസ് ഈക്വൽ ടു ഐ. അപ്പോൾ ഐനകത്തേക്ക് നമ്മൾ കൊടുക്കുന്ന വാല്യൂസ് ഈ ഐ ഡി എന്നുള്ളതിലേക്ക് പോകും. അതുമായി എൻ എന്നുള്ളതിൽ നമ്മൾ അസൈൻ ചെയ്യുന്ന വാല്യൂസ് എന്താ പറയുക നെയിമിലേക്ക് പാസ് ചെയ്യും. വോയിഡ് ഡിസ്പ്ലേ എന്നുള്ളത് സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് ഡിസ്പ്ലേയിൽ നമ്മൾ ഐ ഡിയും നെയിമും നമ്മൾ ഡിസ്പ്ലേ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിനകത്ത് തന്നെ നമുക്ക് മെയിൻ ഫംഗ്ഷൻ നമുക്ക് സെയിം ക്ലാസ്സിനകത്ത് തന്നെ ചെയ്യാം കേട്ടോ. വേറെ ക്ലാസ് ഉപയോഗിക്കണമെന്നില്ല. മെയിൻ ഫംഗ്ഷൻ നമുക്ക് അതിനകത്ത് തന്നെ ചെയ്യാൻ സാധിക്കും. പക്ഷേ അപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം, എന്നാലേ അത് കോളിംഗ് നടക്കുകയുള്ളൂ.
അപ്പോൾ സ്റ്റുഡൻറ്റ് S1 ഈസ് ഈക്വൽ ടു ന്യൂ സ്റ്റുഡൻറ്റ് ഓഫ് 100, 100ഉം വരുൺ, ഇങ്ങനെയാണ്. അപ്പോൾ ഈ 100 വരുൺ ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ കൺസ്ട്രക്ടർ ഇനീഷ്യലൈസേഷൻ നടന്നു കഴിഞ്ഞു, കൺസ്ട്രക്ടർ ഇൻവൊക്കേഷൻ നടക്കുകയാണ്. അതെങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ ഈ 100 എങ്ങോട്ട് പാസ് ചെയ്യും, ഈ ഐയിലേക്കും ഇത് വരുൺ എന്നുള്ളത് എന്നിലേക്കും പാസ് ചെയ്യും. അപ്പോൾ ഈ ഐ വന്നിട്ട് എവിടെ അസൈൻ ആവും, ഐ ഡിയിലും, എൻ വന്നിട്ട് എവിടെ അസൈൻ ആവും, നെയിമിലും അസൈൻ ആവും. അപ്പോൾ സിസ്റ്റം ഡോട്ട് പ്രിൻ്റ്എൽഎൻ എന്ന് പറയുമ്പോൾ ഐ ഡി എന്ന് പറയുമ്പോൾ 100, പിന്നെ ഒരു ഇവിടെ ഡബിൾ കൊട്ടേഷൻ കൊടുത്തത് സ്പേസിന് മീനിങ് ആണ്. അത് നമുക്ക് /t കൊടുത്താലും മതി, സ്പേസ് അങ്ങനെ കൊടുത്താൽ ഓട്ടോമാറ്റിക്കലി സ്പേസ് വരും. 100 സ്പേസ് വരുൺ, അതേപോലെ 101 സ്പേസ് ആലിയ. അത് ഡിസ്പ്ലേ ആവാൻ കാരണം എന്താണ്, S1 ഡോട്ട് ഡിസ്പ്ലേ, S2 ഡോട്ട് ഡിസ്പ്ലേ. S1 ഡോട്ട് ഡിസ്പ്ലേ കൊടുത്താൽ S1ൻ്റെ റിസൾട്ട്, S1 വഴി നമ്മൾ ഏതാ പാസ് ചെയ്യുന്നത്, 100ഉം വരുണും. S2 ഡോട്ട് ഡിസ്പ്ലേ കൊടുത്താൽ നമ്മൾ ഏതാ പാസ് ചെയ്യുന്നത്, 101ഉം ആലിയയാണ് പാസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ റിസൾട്ടാണ് വരിക. ഓക്കെ, ഈ കൺസ്ട്രക്ടർ ഓവർലോഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ കൺസ്ട്രക്ടർ, സെയിം കൺസ്ട്രക്ടർ ഒരു പ്രോഗ്രാമിനകത്ത് റിപ്പീറ്റഡ് ആയിട്ട് യൂസ് ചെയ്യുക, പക്ഷേ ഡിഫറെൻറ്റ് പർപ്പസിന്. നമ്മൾ പോളിമോർഫിസം പഠിച്ചില്ലേ, അത് തന്നെയാണ് കോൺസെപ്റ്റ്. അപ്പോൾ ഒന്ന് പാരാമീറ്ററൈസ്ഡ് ഒരു സിംഗിൾ പാരാമീറ്റർ വെച്ചിട്ടൊരു കൺസ്ട്രക്ടർ, ഇവിടെ 2 പാരാമീറ്റർ വെച്ചിട്ടൊരു കൺസ്ട്രക്ടർ. ആ പാരാമീറ്റർ തന്നെ ആദ്യത്തേൽ സ്ട്രിങ് മാത്രം ഉപയോഗിച്ചു, രണ്ടാമത് സ്ട്രിങ്ങും നെയിമും ഉപയോഗിച്ചിട്ട് ഇൻറ്റിജറും ഉപയോഗിച്ചിട്ടുണ്ട്, അടുത്തത് ലോങ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സിൽ നമുക്ക് ഡീഫോൾട്ട് കൺസ്ട്രക്ടർ ഉപയോഗിക്കാം കേട്ടോ. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സിൽ പാരാമീറ്റേഴ്സ് ഉപയോഗിച്ചിട്ട് ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ട് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ചെയ്യുന്നതാണ് കൺസ്ട്രക്ടർ ഓവർലോഡിങ് എന്ന് പറയുന്നത്. ഒരു കൺസ്ട്രക്ടറിനെ ഡിഫറെൻറ്റ് ഫോംസിൽ ഉപയോഗിക്കുക. 1 ആർഗ്യുമെൻറ്റ്, 2 ആർഗ്യുമെൻറ്റ്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആർഗ്യുമെൻറ്റ്സ്, വിത്തൗട്ട് ആർഗ്യുമെൻറ്റ്, അങ്ങനെ പറഞ്ഞാൽ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ഉപയോഗിക്കാം. പക്ഷേ കൺസ്ട്രക്ടർ നെയിം ഒന്നായിരിക്കും. ഇതാണ് കൺസ്ട്രക്ടർ ഓവർലോഡിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയാണ് കൺസ്ട്രക്ടേഴ്സിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ. ഇനി ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ.